إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി പല തഫ്സീറുകളിലും മുഫസ്സിരീങ്ങൾ അവരുടേതായ സനദോടുകൂടി രേഖപ്പെടുത്തിയ ഒരു വാക്യത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, മാ ഖലഖല്ലാഹു വമാ ദറഅ വമാ ബറഅ നഫ്സൻ അക്റമ അലൈഹി മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് പ്രവാചകനോളം, മുഹമ്മദ് നബിയോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയ ഒരു സൃഷ്ടിയെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. വമാ സമിഅതുല്ലാഹ അഹദൻ അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹയാത്തിനെ തൊട്ടുകൊണ്ട് സത്യം ചെയ്തതല്ലാതെ അള്ളാഹു മറ്റൊരാളുടെ ഹയാത്ത് കൊണ്ടും ജീവിതം കൊണ്ടും സത്യം ചെയ്തു പറഞ്ഞിട്ടില്ല. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. നബിയെ, താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം, താങ്കളുടെ ആയുസ് തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അള്ളാഹു മഹത്വമേറിയത് കൊണ്ടല്ലാതെ സത്യം ചെയ്യാറില്ല. പ്രവാചകൻ്റെ ഹയാത്ത് കൊണ്ട്, ജീവിതം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രവാചകനോളം ആദരവുള്ള ഒരു സൃഷ്ടിയുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കൽ ഏറെ ആദരണീയനായതുകൊണ്ട് തന്നെ സ്വയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പുകഴ്ത്തുകയും ആ പ്രവാചകനെ സംബന്ധിച്ച് മോശമായി പറഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അവരിൽ ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ ഭ്രാന്തനാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നിന്റെ റബ്ബിൻ്റെ കാരുണ്യത്താൽ, അനുഗ്രഹത്താൽ നബിയെ, താങ്കൾ ഭ്രാന്തനല്ല. അവരിൽ വേറെ ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം സാഹിറാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ അതവാസൗ ബിഹി ബൽ ഹും ഖൗമുൻ ത്വാഗൂൻ. ഏതൊരു നബിയെ സംബന്ധിച്ചും അവർ സാഹിറെന്ന്, മജ്നൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പരസ്പരം വസിയ്യത്ത് ചെയ്തതുപോലെ, ബൽഹും ഖൗമുൻ ത്വാഗൂൻ, അവർ അതിരുവിട്ട ഒരു ജനതയാണ്, അല്ലാതെ താങ്കൾ സാഹിറല്ല, ഒരു നബിയും സാഹിറല്ല. അവർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാഇറാണ്, കവിയാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനുൻ മുബീൻ. നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല,
അദ്ദേഹത്തിന് അത് അനുയോജ്യവുമല്ല. മറിച്ച് ഇത് മഹോന്നതമായ വേദഗ്രന്ഥമാണ്, ഖുർആനാണ്, അളീമായ ദിക്റാണ്, അല്ലാതെ അദ്ദേഹം കവിയല്ല. അവരിൽ ചില ആളുകൾ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നാൽ ജിന്നുബാധയുണ്ടായിട്ടുണ്ടെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മാ ബി സാഹിബികും മിൻ ജിന്ന, നിങ്ങളുടെ കൂട്ടുകാരന് ജിന്നുബാധയില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ആരോ സിഹ്ർ ചെയ്തിട്ട് സിഹ്ർ ചെയ്യപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖാല അല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, ലാലിമീങ്ങളാണ്, മാരണം ബാധിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതൊക്കെ എന്ന് വാദിക്കുന്നവർ ലാലിമീങ്ങളാണ്, നല്ല ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ പറയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മറുപടി നൽകി. അവരിൽ ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന പൂർവീകരുടെ കെട്ടുകഥകളാണെന്ന് ഖുർആനെന്ന്. അല്ലാഹു അവരോട് പറഞ്ഞു അം യഖൂലൂന ഇഫ്തറാഖുൽ ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി, ഇത് താങ്കൾ കെട്ടിച്ചമച്ചതാണെന്നാണോ അവർ പറയുന്നത്? എങ്കിൽ ഇതിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ, മനുഷ്യരെയും ജിന്നുകളെയും മുഴുവൻ വിളിക്കൂ, എന്നിട്ട് തത്തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരൂ. ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചതല്ല. അവർ പറഞ്ഞു പ്രവാചകൻ മോശക്കാരനാണ്, മോശ സ്വഭാവത്തിൻ്റെ ഉടമയാണ്, സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഏറ്റവും മഹത്തായ ഔന്നിത്യമുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആ പ്രവാചകനെ പിൻപറ്റരുത്, നിങ്ങൾ പിഴച്ചു പോകുമെന്നവർ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദകറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരിൽ ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ ഭീകരനാണ്, തീവ്രവാദിയാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമാണ് നബിയെ താങ്കൾ ഭീകരനുമല്ല, താങ്കൾ തീവ്രവാദിയുമല്ല, മറിച്ച് ലോകത്തിന് മുഴുവൻ കാരുണ്യമാണെന്നും. അവർ പറഞ്ഞു പ്രവാചകനും പരുഷ സ്വഭാവത്തിൻ്റെ ഉടമയും ശിക്ഷാ നടപടികൾ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ആളുമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ല, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്, താങ്കൾ അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മനുഷ്യരോട് വളരെ സൗമ്യമായി പെരുമാറുന്ന ആളാണ്. താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ഈ ആളുകളൊക്കെ താങ്കളെ വിട്ടു പോകുമായിരുന്നു. താങ്കൾ ഒരിക്കലും പരുഷ സ്വഭാവത്തിൻ്റെ ഉടമയല്ല, താങ്കൾ കഠിന ഹൃദയനുമല്ല. അവർ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം പറയുകയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുസരിക്കൽ ഒരു ബാധ്യതയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അദ്ദേഹം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല, അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയല്ലാതെ. ചില ആളുകൾ പറഞ്ഞു നമുക്ക് അല്ലാഹുവിൻ്റെ കിതാബ് മാത്രം മതി, അല്ലാഹു മാത്രം മതി, പ്രവാചകൻ വേണ്ടതില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരാണോ റസൂലിനെ അനുസരിക്കുന്നത് അവർ അല്ലാഹുവിനെയാണ് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ അനുസരിക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വേറെ ചില ആളുകൾ കരുതി അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന മുഴുവൻ അഭിപ്രായങ്ങളൊന്നും നാം സ്വീകരിക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ വാദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, മുഅ്മിനായ ഒരാണിനോ മുഅ്മിനായ ഒരു പെണ്ണിനോ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു എല്ലാ വിഷയത്തിലും പ്രവാചകന്റെ വിധി നാം സ്വീകരിക്കേണ്ടതില്ല, ചിലതിലൊക്കെ നമ്മുടെ വിധിയുമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ നബിയെ താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കുകയും യാതൊരു മനപ്രയാസവും കൂടാതെ താങ്കൾ വിധിച്ച വിധിയെ അവർ
സ്വീകരിക്കുകയും ചെയ്യാത്ത കാലത്തോളം അവർക്ക് മുഅ്മിനുകളാവാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറഞ്ഞു. ഇപ്രകാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഏതെല്ലാം നിലക്ക് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകളുണ്ടോ അവരെയെല്ലാം തിരുത്തുന്നത് ആ മഹാനായ പ്രവാചകൻ റഹ്മത്തുല്ലിൽ ആലമീനായി പറഞ്ഞയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ആ പ്രവാചകനെ ബഹുമാനിക്കണം, നിങ്ങൾ ആ പ്രവാചകനെ ആദരിക്കണം. ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, റസൂലിലും വിശ്വസിക്കണം. വതുഅസ്സിറൂഹ്, പ്രവാചകനെ നിങ്ങൾ സഹായിക്കണം. വതുവഖിറൂ, ആ പ്രവാചകനെ നിങ്ങൾ ബഹുമാനിക്കുകയും വേണം. പ്രവാചകനെ നിങ്ങൾ ബഹുമാനിക്കണം, പ്രവാചകനെ നിങ്ങൾ സഹായിക്കണം, പ്രവാചകൻ കൊണ്ടുവന്ന ചര്യകളെ നിങ്ങൾ പിൻപറ്റണം. അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂ വനസറൂ വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ പ്രവാചകനിൽ ആരാണോ വിശ്വസിക്കുന്നത്, ആ പ്രവാചകനെ ആരാണോ സഹായിക്കുന്നത്, ആ പ്രവാചകനെ ആരാണോ ശക്തിപ്പെടുത്തുന്നത്, ആ പ്രവാചകനെ ആരാണോ ബഹുമാനിക്കുന്നത്, അവർ മാത്രമാണ് വിജയികൾ. അല്ലാത്തവർക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പ്രവാചകനെ മറികടന്ന് ഒന്നും നിങ്ങൾ ചെയ്യരുത്. പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. പ്രവാചകന്റെ അഭിപ്രായത്തെക്കാൾ നിങ്ങളുടെ അഭിപ്രായം ഉയരാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ പ്രവാചകനോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് പ്രവാചകനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. പ്രവാചകന്റെ വഫാത്തിന് ശേഷവും അത് തന്നെയാണ് നിയമം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിനേക്കാൾ വലിയ ശബ്ദത്തിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഭിപ്രായത്തെക്കാൾ മുന്തിയ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരഭിപ്രായവും നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയേക്കാൾ വലിയ ഒരു ചര്യയും നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയേക്കാൾ മുന്തിയ ഒരു മാതൃകയും നമുക്കുണ്ടാവാൻ പാടില്ല. പ്രവാചകനേക്കാൾ നമ്മുടെ അഭിപ്രായം, പ്രവാചകനേക്കാൾ നമ്മുടെ ശബ്ദം ഒന്നും ഉയരാൻ പാടില്ല. നിങ്ങൾ പരസ്പരം ആളുകളെ മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ മനസ്സിലാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനികും കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ വിളിക്കരുത്. സ്വരം താഴ്ത്തി വിളിക്കണം, ആദരവോടെ വിളിക്കണം, ബഹുമാനത്തോടെ വിളിക്കണം. നല്ല രൂപത്തിലേ അദ്ദേഹത്തെ സ്മരിക്കാൻ പാടുള്ളൂ. മോശമായ ഒന്നും ആ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെന്ന് കൊതിക്കുന്നവരാണെങ്കിൽ ആ പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റണം. ഖുൽ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ എങ്കിൽ നിങ്ങൾ എൻ്റെ ചര്യയെ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അനുധാവനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കേണ്ടത്, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് നിങ്ങൾ മുൻതൂക്കം നൽകരുത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായത്തിന് നിങ്ങൾ മുൻതൂക്കം നൽകരുത്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ അഭിപ്രായത്തിന് നിങ്ങൾ മുൻതൂക്കം നൽകരുത്. പിന്നെയോ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് അല്ലാഹുവിലേക്ക്, അഥവാ അല്ലാഹുവിൻ്റെ കിതാബായ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും നിങ്ങൾ മടക്കണം. ഇപ്രകാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ വളരെ ഉയർന്ന ഉന്നതമായ ഒരു സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ആ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കുകയും ആ പ്രവാചകനെ സ്നേഹിക്കുകയും ആ പ്രവാചകൻ്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുകയും ആ പ്രവാചകൻ്റെ അഭിപ്രായങ്ങൾക്ക് മറ്റെല്ലാറ്റിനേക്കാളും പ്രാധാന്യം നൽകുകയും സ്വന്തത്തെക്കാളും അതേപോലെ തന്നെ കുടുംബ
കുടുംബത്തെക്കാളും മറ്റ് ഏതൊരു മനുഷ്യരെക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾക്കും തന്നെ ശരിയായ മുഅ്മിനാവാൻ കഴിയില്ല സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും അവന് ഞാൻ പ്രിയപ്പെട്ടതാകുന്നത് വരെ. അങ്ങനെ സ്വന്തത്തെക്കാളും കുടുംബത്തെക്കാളും മറ്റെല്ലാവരെക്കാളും പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകനെ ആദരിക്കുക, പ്രവാചകനെ ബഹുമാനിക്കുക. അതാണ് വിശ്വാസികളുടെ ബാധ്യത. ആ പ്രവാചകനെതിരിൽ ആരെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നുണ്ടോ അതിനൊക്കെ സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിൻ്റെ അടിമകൾ എന്നുള്ള നിലക്കും ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ എന്നുള്ള നിലക്കും പ്രവാചകനെതിരെ ആരെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അവർക്കൊക്കെ മറുപടി പറയുക എന്നതും എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ അഖീദയുടെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുദൈബിയ സന്ധിയിൽ പ്രവാചകനുമായി സംസാരിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം വന്നപ്പോൾ സ്വഹാബികൾ പ്രവാചകനോട് പെരുമാറുന്നത് കണ്ട കാഴ്ച അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലഖദ് വഫദ്തു അലൽ മുലൂക് വവഫദ്തു അലാ ഖിസ്റ വകൈസർ വന്നജാശി മാ റഅയ്തു മലികൻ ഖത്തു യുഅദ്ദിമുഹു അസ്ഹാബുഹു കമാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് ദൂതുമായി പോയിട്ടുണ്ട്. കിസ്റയുടെയും കൈസറിൻ്റെയും നജ്ജാശിയുടെയും കൊട്ടാരങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അല്ലാഹുവാണേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ ബഹുമാനിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ ലോകത്ത് ഒരാളെയും ഒരു സമൂഹവും ആദരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇദാ അമറഹും ഇബ്തദറു ബി അംരി. റസൂലുള്ള എന്ത് പറഞ്ഞാലും ഉടനെ ചെയ്യാൻ അവർ തിരക്ക് കൂട്ടുകയാണ്. ഇദാ തവദ്ദഅ കാദ അൻ യഖ്തതലു അലാ വദൂഇ. പ്രവാചകൻ വുളു എടുത്താൽ ആ വുളുവിൻ്റെ വെള്ളം ലഭിക്കാൻ വേണ്ടി, അതിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി അവർ മത്സരിച്ചിരുന്നു. വഇദാ തകല്ലമ ഖഫദ അസ്വാതുഹും ഇൻദഹു. പ്രവാചകൻ സംസാരിച്ചാൽ പിന്നെ എല്ലാവരും ശബ്ദം താഴ്ത്തി മൗനമായി ഇരിക്കുമായിരുന്നു. വലാ യുഹിദ്ദൂന അൻ-നളറ ഇലൈഹി തഅദീമൻ ലഹു. പ്രവാചകനോടുള്ള ആദരവ് കൊണ്ട് പ്രവാചകന് നേരെ ഒരല്പം അധിക സമയം പോലും അവർ നോക്കിയിരുന്നില്ല എന്നാണ്. അത്രമാത്രം അവർ അല്ലാഹുവിൻ്റെ പ്രവാചകനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവും ബഹുമാനവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. മാത്രമല്ല, നമുക്ക് ഇൽമും അതേപോലെ തന്നെ അറിവും ഈമാനും വർദ്ധിക്കാനുള്ള കാരണങ്ങളിലൊന്ന് പ്രവാചകൻ്റെ മഹത്വം മനസ്സിലാക്കലാണ്. മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. അപ്പോൾ പ്രവാചകൻ രാത്രി നമസ്കാരക്കാരനാണ്. പ്രവാചകൻ നോക്കുമ്പോൾ തനിക്ക് ആവശ്യമായ വുളു എടുക്കാനുള്ള വെള്ളവും മിസ്വാക്കിനുള്ള കാര്യങ്ങളുമൊക്കെ അവിടെ തരപ്പെടുത്തി വെക്കപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, ആരാണ് മൈമൂന ഇത് ചെയ്തത്? അവർ പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. പ്രായപൂർത്തി എത്താത്ത കൊച്ചുകുട്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂലും മരിക്കുമ്പോൾ പോലും പ്രായപൂർത്തി എത്തിയിട്ടില്ല. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ കുട്ടിയായിരിക്കെ അബ്ദുള്ളയാണ് റസൂലേത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ഈ കുട്ടിക്ക് നീ മതത്തിൽ അറിവ് നൽകണേ റബ്ബേ, പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ നീ അറിവ് കൊടുക്കണേ റബ്ബേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് ആ ആദരവും ബഹുമാനവും കണ്ടപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് വന്ന് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് തൻ്റെ നേരെ തന്നെ ഒരേ സഫിൽ തന്നെ നിർത്തി. പിന്നീട് വന്ന ദിവസത്തിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്പം പിറകോട്ട് നിന്നു, നബിക്ക് പിടിക്കാൻ കിട്ടാത്ത രൂപത്തിൽ. നബി തന്നെ പിടിച്ച് റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിർത്തരുത്. നമസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അബ്ദുല്ലാഹ, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? എനിക്ക് പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ നീ മാറി നിന്നത് എന്തിനാണ്? ആ കൊച്ചുകുട്ടി പറയുകയാണ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അവയംബഗി ലിഅഹദിൻ അൻ യുസല്ലി ഹദാക വഅൻത റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് നമസ്കരിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ നബിയെ? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅജബ്തു, ആ കുട്ടിയുടെ വാക്ക് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് നീ ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, ഫഹ്മ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, ഖുർആനിൻ്റെ തഫ്സീറിലുള്ള അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്. 2 ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചത് ഈമാനും ഇൽമും വർദ്ധിപ്പിക്കാനാണ്. കാരണം ഇൽമിൻ്റെ അടയാളമാണ്, അറിവിൻ്റെ അടയാളമാണ്, ബുദ്ധിയുടെ തമാമായ കാമിലായ ബുദ്ധിയുടെ അടയാളമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഖിലൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. പ്രവാചകന്റെ വീടിൻ്റെ പിറകിൽ വന്ന് മുഹമ്മദേ മുഹമ്മദേ എന്ന് വിളിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലാ യഖിലൂൻ, ബുദ്ധിയില്ലാത്തവരാണ് അവർ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവും ബഹുമാനവും ബുദ്ധിയുടെ അടയാളമാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ ബുദ്ധിയുടെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനെ തരം താഴ്ത്തുക, പ്രവാചകന്റെ ചര്യകൾ അത് ശരിയായില്ല എന്ന് പറയുക, പ്രവാചകന്റെ വിവാഹങ്ങൾ ശരിയല്ല എന്ന് പറയുക, പ്രവാചകന്റെ നിലപാടുകൾ ശരിയല്ല എന്ന് പറയുക, പ്രവാചകൻ പറഞ്ഞ ആ ഹദീസ് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയുക, ബുദ്ധിക്ക് യോജിച്ചതല്ല എന്ന് പറയുക, എന്നിട്ട് ഞങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്ന് പറയുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂലിനെയും പ്രവാചകന്റെ ഹദീസുകളെയും പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെയും ആദരിക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധി പൂർണ്ണതയിലെത്തുന്നത്, നമ്മുടെ ഈമാൻ പൂർണ്ണതയിലെത്തുന്നത്, നമ്മുടെ അറിവ് പൂർണ്ണതയിലെത്തുന്നത് എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയുക. അതുകൊണ്ട് മഹാനായ ആ പ്രവാചകന് നൽകേണ്ടുന്ന എല്ലാ നിലക്കുമുള്ള ആദരവും ബഹുമാനവും നൽകണം. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ ആദരിക്കൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زائد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.